ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ചെറിയ ടേംസ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, എന്നാൽ വളരെ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് എന്താണ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്താണെന്നാണ്. ഉൽപാദനത്തിന് SCERT പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്: മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപാദനം. അപ്പൊ എന്താണ് ഉൽപാദനം? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് കുറച്ചേറെ ആവശ്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു സാധനം, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന്റെ പ്രൊഡക്ഷന് കുറേ സാധനങ്ങൾ, ആവശ്യമായ അത്യാവശ്യ സാധനങ്ങൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഭൂമി, പിന്നെ തൊഴിൽ, മൂലധനം, സംഘാടനം. അപ്പൊ എക്സാമിന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം: താഴെ പറയുന്നവയിൽ ഒരു ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമല്ലാത്ത ഘടകം ഏതാണ്? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഉൽപാദന പ്രക്രിയയ്ക്ക് ആവശ്യമായ ഘടകങ്ങൾ ഏവ? ഇങ്ങനെ പറഞ്ഞ് ചോദിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനത്തിന് വേണ്ടത്? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ്. ഇനി എക്കോണമിക് പ്രൊഡക്ഷനെ കുറിച്ച് കുറെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ കുറെ അഭിപ്രായങ്ങളും നമ്മുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് നോക്കാം. ആദ്യം പറയുന്നത് ആദം സ്മിത്തിനെ കുറിച്ചാണ്. ആദം സ്മിത്ത് ആധുനിക സമ്പദ് ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ആദം സ്മിത്ത് അറിയപ്പെടുന്നത്. അപ്പൊ ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആധുനിക സമ്പദ് ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? സമ്പദ് ശാസ്ത്രത്തിന് വ്യക്തമായ ഒരു അടിത്തറ നൽകിയ വ്യക്തിയാണ് ആദം സ്മിത്ത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്, നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്നുള്ളതാണ്. ഇതും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് പലതവണ. അപ്പൊ എന്താണ് ഈ പുസ്തകം എഴുതിയത് ആരാണെന്നാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആദം സ്മിത്ത് ആണ്. അദ്ദേഹത്തിന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആധുനിക സമ്പദ് ശാസ്ത്രത്തിന്റെ പിതാവാണ്. സമ്പദ് ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ വ്യക്തിയാണ് ആദം സ്മിത്ത്. സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആദം സ്മിത്ത്. അദ്ദേഹം കൊണ്ടുവന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തമാണ്, തിയറിയാണ് ലെയ്സസ്-ഫെയർ തിയറി അല്ലെങ്കിൽ ലെയ്സസ്-ഫെയർ സിദ്ധാന്തം. എന്താണ് ലെയ്സസ്-ഫെയർ സിദ്ധാന്തം എന്ന് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുള്ള ആശയമാണ് ലെയ്സസ്-ഫെയർ. അപ്പൊ എന്താണ് ലെയ്സസ്-ഫെയർ തിയറം? സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കുറച്ചിട്ട് വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പരിഗണന നൽകണമെന്നുള്ള ആശയം, ഈ ഒരു സിദ്ധാന്തമാണ് ലെയ്സസ്-ഫെയർ തിയറം എന്ന് പറയുന്നത്. അപ്പൊ ലെയ്സസ്-ഫെയർ തിയറം ഇതും മുന്നേ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ലെയ്സസ്-ഫെയർ തിയറം ഇൻട്രൊഡ്യൂസ് പറഞ്ഞത് ആരാണ്? ആദം സ്മിത്ത് ആണ്. അപ്പൊ ഇതിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കാൾ മാർക്സിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് നോക്കാം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. മിച്ച മൂല്യം എന്ന ആശയം ഈ ഒരു ആശയം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അപ്പൊ കാറൽ മാർക്സിന്റെ പ്രത്യേകത എന്താണ്? ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. മിച്ച മൂല്യം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? കാറൽ മാർക്സ് ആണ്. ഇനി എന്താണ് മിച്ച മൂല്യം എന്ന് നോക്കാം. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ പ്രതിഫലമാണ് ഉൽപാദനത്തിന്റെ വില. എന്നാൽ ഇതിന്റെ ഒരു ഭാഗം മാത്രം തൊഴിലാളികൾക്ക് നൽകുകയും ബാക്കി സിംഹഭാഗവും മുതലാളി ലാഭമാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് അദ്ദേഹം മിച്ച മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ചെറിയൊരു കൂലി മാത്രമേ ഇതിന്റെ തൊഴിലാളിക്ക് കൊടുക്കുന്നുള്ളൂ. ബാക്കി അതിന്റെ മുഴുവൻ വിലയും ലാഭവും എല്ലാം മുതലാളിയാണ് എടുക്കുന്നത്, ലാഭമാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് മിച്ച മൂലധനം എന്ന് പറയുന്നത്. അപ്പം മിച്ച മൂല്യം എന്നുള്ള ആശയം കൊണ്ടുവന്നത് ആരാണ്? കാറൽ മാർക്സ് ആണ്. നമ്മൾ മുന്നേ ഒരിടം പറഞ്ഞല്ലോ, ലെയ്സസ്-ഫെയർ തിയറം ആരാണ് കൊണ്ടുവന്നത്? ആദം സ്മിത്ത് ആണ്. അടുത്ത്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. അപ്പൊ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ഇല്ലാത്ത ഒരു സമൂഹത്തെ സ്വപ്നം കണ്ട ആളാരായിരുന്നു? കാറൽ മാർക്സ് ആണ്. കാറൽ മാർക്സിന്റെ കൃതിയാണ് മൂലധനം. അപ്പൊ മൂലധനം എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? കാറൽ മാർക്സ്. മുന്നേ വേറൊരു കൃതി കണ്ടല്ലോ, നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്നുള്ള പുസ്തകമാണ്. അത് ആദം സ്മിത്തിന്റെയാണ്.
ഇനി അടുത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആൽഫ്രഡ് മാർഷാൽ. സമ്പത്തും സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടതാണ് ആൽഫ്രഡ് മാർഷാൽ. അപ്പൊ ആൽഫ്രഡ് മാർഷാൽ എന്താണ് അഭിപ്രായപ്പെട്ടത്? സമ്പത്തും സാമ്പത്തിക പ്രവർത്തനങ്ങളും മനുഷ്യക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതിയാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നുള്ള കൃതി, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോണമിക്സ്. അപ്പൊ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്നുള്ള കൃതി രചിച്ചത് ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ്. മൂലധനം എന്നുള്ള കൃതി രചിച്ചത് ആരാണ്? കാറൽ മാർക്സ് ആണ് അല്ലെ. ഇനി നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകം രചിച്ചത് ആദം സ്മിത്ത് ആണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. അദ്ദേഹം എന്താണ് എക്കോണമിയെ കുറിച്ച് പറഞ്ഞതെന്ന് നോക്കാം. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ച് വിഭവങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. അപ്പൊ ലയണൽ റോബിൻസിന്റെ പ്രത്യേകത എന്താണ്? ജനസംഖ്യ വർദ്ധിച്ചു വരികയാണല്ലോ, പക്ഷെ വിഭവങ്ങൾ വർദ്ധിക്കുന്നില്ല. അപ്പൊ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് അനുസരിച്ച് വിഭവങ്ങൾ എങ്ങനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം, മാത്രമല്ല പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഇനി അടുത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് പോൾ എ സാമുവൽസൺ. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെ ഫലമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അതായത് മികച്ച പ്ലാനിങ്ങിലൂടെയാണ് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ പ്ലാനിങ്ങിനെ കുറിച്ച്, സാമ്പത്തിക ആസൂത്രണത്തിലൂടെയാണ് മികച്ച സാമ്പത്തിക ഭദ്രത ലഭിക്കുന്നത് എന്ന് പറഞ്ഞതാണ് പ്ലാനിങ് അല്ലേ. അപ്പൊ പോൾ എ സാമുവൽസന്റെ പിഒ ആദ്യം പി ആണ്, അത് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ചാണക്യൻ. നമുക്കറിയാം വളരെ പഴക്കം ചെന്ന ഒരാളാണ് അല്ലെ. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലുള്ള ആളായിരുന്നു. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പൊ എന്താണ് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു? അതായത് എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഉണ്ടാകാൻ പാടില്ല, നല്ല സാമ്പത്തിക പ്രവർത്തനങ്ങൾ വേണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. ഇനി മറ്റൊരു നമ്മുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ദാദാഭായ് നവറോജി. അദ്ദേഹമാണ് നമ്മുടെ പ്രസിദ്ധമായ ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്താണ് ചോർച്ച സിദ്ധാന്തം? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റൂൾ ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യയിലുള്ള വിഭവങ്ങൾ, ഇവിടുത്തെ ലാഭവും എല്ലാം, ഇവിടുത്തെ പണങ്ങളെല്ലാം എന്താണ് യൂറോപ്യന്മാരുടെ ഒഫീഷ്യൽസിന്, അവർക്ക് എന്താണ് ജോലിക്ക് കൂലിയായും സാലറിയായും മറ്റ് നിക്ഷേപ പ്രവർത്തനങ്ങളിലൊക്കെ കൂടെ ഇവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് നമ്മുടെ പൈസയും നമ്മുടെ നാച്ചുറൽ റിസോഴ്സസും എല്ലാം പോവുകയാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിന് ഒരു ചോർച്ച ഉണ്ടാവുകയാണ് അല്ലേ. അപ്പൊ ഇത്തരത്തിൽ സ്റ്റഡി ചെയ്ത് ഈ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ എക്സാമിന് ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. നമ്മൾ മുമ്പേ എന്തൊക്കെ സിദ്ധാന്തങ്ങളാണ് കണ്ടത്? ജനസംഖ്യയ്ക്ക് അനുസരിച്ച് വിഭവങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്ന് കണ്ടത് ലയണൽ റോബിൻസൺ ആണ് അല്ലേ. നല്ല രീതിയിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ മനുഷ്യക്ഷേമത്തിന് വേണ്ടി ആയിരിക്കണം എന്ന് പറഞ്ഞ ആരാണ്? ആൽഫ്രഡ് മാർഷൽ ആണ് അല്ലേ. മിച്ചമൂല്യം എന്നുള്ള ആ ഒരു ടേം, ആ ഒരു കാര്യം, സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? കാറൽ മാർക്സ് ആണ്. അതുപോലെ തന്നെ ലെയ്സസ് ഫെയർ തിയറം കൊണ്ടുവന്നത് ആരാണ്? ആദം സ്മിത്ത് ആണ്. ഇനി ഈ ഒരു ടേബിൾ നോക്കിയേ. ആദം സ്മിത്ത് ആണ് സമ്പത്തിനെ കുറിച്ചുള്ള പഠനം കൊണ്ടുവന്നത്. തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തത് ആരാണ്? കാറൽ മാർക്സ് ആണ് അല്ലെ. കാറൽ മാർക്സ് ആണ് തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തത്. ആൽഫ്രഡ് മാർഷൽ ആർക്കാണ് പ്രാധാന്യം കൊടുത്തത്? മനുഷ്യക്ഷേമത്തിനാണ് അല്ലെ, മനുഷ്യക്ഷേമത്തിന്. ഇനി അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും ആരുടെ സ്റ്റഡിയാണ്? ലയണൽ റോബിൻസന്റെയാണ്. ലയണൽ റോബിൻസൺ. പോൾ എ സാമുവൽസൺ എന്താണ്? ഫലപ്രദമായ പ്ലാനിങ് അല്ലെ, പ്ലാനിങ്ങിലൂടെ മനുഷ്യക്ഷേമം ഉണ്ടാക്കാന്ന് പറഞ്ഞാണ് പോൾ എ സാമുവൽസൺ. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ പറ്റണം. ഇനി ഗാന്ധിജി എക്കോണമിക് പ്ലാനിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എക്കോണമിയെ കുറിച്ച്, സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം. ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല, 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യക്ക് ആവശ്യം
മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആശയം. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജിലാണ് അദ്ദേഹം തന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഗാന്ധിജി അദ്ദേഹത്തിന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത് ഏത് കൃതിയിലൂടെയാണ്? ഹിന്ദ് സ്വരാജ് ആണ്. ഈ ഹിന്ദ് സ്വരാജ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മികതയ്ക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. ഇനി ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന അദ്ദേഹമാണ്, ഗാന്ധിജിയാണ്. അപ്പൊ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്ന ആരാണ്? മഹാത്മാഗാന്ധിയാണ്. ഇനി ചോർച്ച സിദ്ധാന്തം കൊണ്ടുവന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ. മിച്ച മൂല്യം എന്നുള്ള സിദ്ധാന്തം കൊണ്ടുവന്നത് കാറൽ മാർക്സ് ആണ്. ലേസസ് ഫെയർ തിയറം കൊണ്ടുവന്ന ആരാണ്? ആദം സ്മിത്ത് ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച ട്രസ്റ്റിഷിപ്പ് ആണ്. ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് മഹാത്മാഗാന്ധിയാണ്. എന്താണ് ട്രസ്റ്റിഷിപ്പ് എന്ന് നോക്കാം. മുതലാളി തനിക്ക് മാത്രമുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പ് എന്നുള്ള ആശയം. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികൾ ഉണ്ടാവരുത്. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചായിരിക്കണം. മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് പോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുഭവിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ട്രസ്റ്റിഷിപ്പിൽ അദ്ദേഹം പറഞ്ഞത്. ഇനി മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കോണമിസ്റ്റ് ആണ് അമർത്യ കുമാർ സെൻ അല്ലെങ്കിൽ അമർത്യ സെൻ. 1998 അദ്ദേഹത്തിന് എക്കണോമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടിയ വ്യക്തിയാണ് അദ്ദേഹം, അമർത്യ കുമാർ സെൻ. അതിനാണ് അദ്ദേഹത്തിന് എക്കോണമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയത്. അപ്പൊ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാണിച്ച എക്കോണമിസ്റ്റ് ആണ് അമർത്യ കുമാർ സെൻ. അദ്ദേഹത്തിന്റെ പഠനങ്ങൾ കൂടുതലും മനുഷ്യക്ഷേമത്തിനും സാമ്പത്തിക അസമത്വത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം ഇവയെക്കുറിച്ചുള്ള പഠനങ്ങളും അവയെക്കുറിച്ചാണ് അദ്ദേഹം തന്നെ പുസ്തകങ്ങളിലൂടെ എഴുതിയത്. അപ്പോൾ ഇതാണ് അമർത്യ കുമാർ സെന്റെ പ്രത്യേകത. ഇതൊക്കെയാണ്. 1998 അദ്ദേഹത്തിന് എക്കോണമിക്സിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർക്കണം. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അല്ലെ, ഈ ഒരു ഏരിയയാണ് നമ്മൾ പഠിച്ചത്. ശരിക്കും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ഇങ്ങനെ 4 കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ആ ഒരു ചാപ്റ്ററിൽ SCERT-യിൽ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടെ പഠിക്കണം. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് പറയുന്നത് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൽഫ്രഡ് മാർഷാൾ ആണ്. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആൽഫ്രഡ് മാർഷാൾ ആണ്. നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ് ആരാണ്? നമ്മൾ ആദ്യം കണ്ടല്ലേ, ആദം സ്മിത്ത് ആണ് നേച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന പുസ്തകത്തിന്റെ കർത്താവ്. ചോർച്ച സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി എന്ന് പറയും ഇംഗ്ലീഷിൽ, ഡ്രെയിൻ തിയറി. അപ്പൊ ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നിവയെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ രചിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? അമർത്യ സെൻ ആണ്. അമർത്യ സെൻ. ദാരിദ്ര്യരേഖ കണ്ടുപിടിക്കുന്നതിൽ അപാകത കണ്ടുപിടിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ്? അത് അമർത്യ കുമാർ സെൻ, അമർത്യ സെൻ ആണ്. മിച്ച മൂലധനം എന്ന ആശയം കൊണ്ടുവന്നത് ആരാണ്? കാറൽ മാർക്സ് ആണ് അല്ലേ, കാറൽ മാർക്സ്. അതുപോലെ ലേസസ് ഫെയർ തിയറം കൊണ്ടുവന്നത് ആദം സ്മിത്തോ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക.